പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ഖബറിനടുത്തുകൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫി കബീരിൻ. ഈ രണ്ട് ഖബറുകളിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾക്കൊന്നുമല്ല അവർ ശിക്ഷ അനുഭവിക്കുന്നത്. പിന്നെ പ്രവാചകൻ പറഞ്ഞു, അമ്മ അഹദുഹുമാ ഫകാന യസ്ആ ബിൻ നമീമ. അതിലൊരാൾ ജീവിതത്തിൽ നമീമത്ത് പറയുന്നതിൽ വല്ലാത്ത ആവേശം കാണിച്ചിരുന്ന ഒരാളായിരുന്നു എന്നതാണ്. അപ്പൊ നമീമത്ത്, ഗീബത്ത് എന്ന പദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അതിൽ നമീമത്ത് എന്നാൽ നഖുലുൽ കലാമി സയ്യിഇ മിൻ ശഖ്സിൻ ഇലാ ശഖ്സിൻ ഔ മിൻ ഖബീലത്തിൻ ഇലാ ഖബീലത്തിൻ ഔ മിൻ ജമാഅത്തിൻ ഇലാ ജമാഅത്തിൻ എന്നൊക്കെ അതിന് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം, ഒരു മനുഷ്യൻ നമ്മളോട് പറഞ്ഞ മറ്റൊരു മനുഷ്യനെ കുറിച്ചുള്ള മോശമായ കാര്യം, അങ്ങനെ ഒരു കാര്യം ഒരാൾ മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നും അത് കേൾക്കാൻ പാടില്ല, അതിന് തടസ്സം സൃഷ്ടിക്കണം എന്നതുമൊക്കെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. എന്നാൽ സമൂഹത്തിൽ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അത് നടക്കുന്നത് കൊണ്ട് അത് ശരിയാണ് എന്നതല്ല. എന്നാൽ നമീമത്ത് എന്നാൽ ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ കുറിച്ച് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം ഇന്നയാൾ നിങ്ങളെക്കുറിച്ച് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് ആരെക്കുറിച്ചാണോ പറയുന്നത് അത് അയാളോട് പോയി പറയുക. അപ്പൊ അത് ഈ മറ്റൊരാളെ കുറിച്ച് മോശം പറയുക എന്നതിൽ നിന്ന് പിന്നെയും ഒന്നുകൂടി ഗൗരവമായ ഒരു പാപമായി. അതിന്റെ കാരണം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. അപ്പൊ നിങ്ങൾ പിശുക്കനാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ഇന്നയാൾ എന്നോട് പറഞ്ഞു എന്ന് നമ്മളെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതോടുകൂടി നമ്മൾ അയാളെ വെറുക്കും. നമുക്ക് അയാളോട് മനസ്സിലൊരു തരം ഈർഷ്യതയുണ്ടാകും. ആ ഈർഷ്യതക്കുള്ള കാരണക്കാരൻ ആരാണ്? ഈ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യനാണ്. നിങ്ങളെക്കുറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് പറയുമ്പോ അതിൽ സംഭവിക്കുന്നത് പിന്നെ വ്യക്തികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സംഘങ്ങൾ തമ്മിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. അതൊരു കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വ്യക്തികൾ തമ്മിലും ഫസാദിനും ഫിത്നക്കുമൊക്കെ കാരണമായി തീരും എന്നതാണ്. അപ്പൊ അതൊരു ദുസ്വഭാവമാണ്. ആര് എവിടെ നിന്ന് എന്തെങ്കിലും പറയുന്നതെല്ലാം കേട്ട് നിങ്ങളെക്കുറിച്ച് ഇന്നത് ഇയാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇന്നയാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് ഒരു സമൂഹത്തിൽ പ്രശ്നമായി തീരും. അതുകൊണ്ട് തന്നെ അതൊരു ഗൗരവമുള്ള പാപമായി കൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഖബറിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നത് അയാൾ ഈ നമീമത്ത് പറയുന്നതിൽ വല്ലാത്ത ആവേശം കാണിച്ചിരുന്ന യസ്ആ ബിൻ നമീമ എന്നാണ്. അതിന് വല്ലാത്ത ആവേശം കാണിച്ചിരുന്ന ഒരാളായിരുന്നു എന്നതാണ്.